ഇൻകുലാബ് സിന്ദാബാദ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയും ആധുനിക കേരളത്തിൻ്റെ ശില്പികളിൽ പ്രധാനിയുമാണ് സഖാവ് പി കൃഷ്ണപിള്ള. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു സഖാവ് പി കൃഷ്ണപിള്ള. ഉത്തര കേരളത്തിൽ അദ്ദേഹം കൃഷിക്കാരെ സംഘടിപ്പിച്ച് ജന്മിത്വത്തിനെതിരായി, മാടമ്പിത്വത്തിനെതിരായി അധ്വാനിക്കുന്ന കൃഷിക്കാരൻ്റെ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി, ജന്മിത്വം അവസാനിപ്പിച്ച് ഭൂമി കൈവശ കൃഷിക്കാരുടെ ഉടമകളാക്കി മാറ്റുന്നതിന് വേണ്ടി കൃഷിക്കാരെ അണിനിരത്തി നിരവധി പോരാട്ടങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തു. അദ്ദേഹവുമായി ഞാൻ 1939 ആലപ്പുഴയിലെ കയർ ഫാക്ടറി തൊഴിലാളികളുടെ പണിമുടക്ക് സമരത്തിന് ശേഷം, ആ പണിമുടക്ക് വിജയിച്ചതിന് ശേഷം യങ് വർക്കേഴ്സിൻ്റെ ഒരു പഠന ക്ലാസ്സിൽ വെച്ചാണ് ഞങ്ങളേറെ പരിചയപ്പെടുന്നത്. ആ പഠന ക്ലാസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മഹാത്മാഗാന്ധി നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉള്ളപ്പോൾ എന്തിനാണ് തൊഴിലാളി വർഗത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് മറുപടി പ്രസംഗമായിട്ടാണ് അദ്ദേഹം ഒരു ക്ലാസ്. രാഷ്ട്രീയമായി എൻ്റെ ഗുരുനാഥനെന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിൽ ശരിയായ നിലയിൽ പിന്നീട് സാഹചര്യം സുമേഖജിയും എല്ലാം തന്നെയായിട്ട് പരിചയപ്പെടുകയും ബന്ധപ്പെടുകയും ഇടപഴകുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ AKജിയോടൊപ്പം, കേളപ്പജിയോടൊപ്പം ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സമരം നടത്തുന്ന അവസരത്തിൽ സവർണ ഗുണ്ടാകൾ സത്യാഗ്രഹികളെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലും ഒരു ദിവസം നോക്കിയപ്പോൾ കുളിച്ച് കാലത്തെ അമ്പലത്തിനകത്ത് കയറി മണിയടിച്ചിട്ട് തൊഴുതു. ഉടനെ തന്നെ സവർണ മേധാവികൾ വന്നിട്ട് മുറുകത്തിടി അടി തുടങ്ങി. അവ പറഞ്ഞു, യഥാർത്ഥ നായർ മണിയടിച്ചു തൊഴുമ്പോൾ എല്ലാ നക്കി നായർ ആ പ്രവർത്തകരെ മുതുകിനിടിക്കണം. ഇടിച്ചോ എന്ന്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന് കോഴിക്കോട്ട് കടപ്പുറത്ത് പോരാടുമ്പോൾ ദേശീയ പതാക പിടിച്ചെടുക്കാൻ പോലീസ് തുനിയുമ്പോൾ അവരുമായിട്ടുള്ള മൽപ്പിടുത്തത്തിനിടയിൽ കൊടി വിട്ടുകൊടുക്കാതെ അദ്ദേഹം അറസ്റ്റ് വരിച്ച് കൽത്തുറങ്കിൽ പോയ ധീരനായ നേതാവ്. ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ ഉജ്ജ്വല പോരാട്ടങ്ങളിൽ സജീവമായിരുന്ന പി കൃഷ്ണപിള്ള ഉപ്പു സത്യാഗ്രഹത്തിനിടെ കോഴിക്കോട് കടപ്പുറത്ത് ത്രിവർണ പതാക വിട്ടുകൊടുക്കാതെ നടത്തിയ ചെറുത്തുനിൽപ്പ് പ്രസ്തുത പോരാട്ടങ്ങളിലെ സമാനതകളില്ലാത്ത അധ്യായമാണ്. കിരാതമായ മർദ്ദനത്തിൽ ബോധരഹിതനായിട്ടും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ സഹനങ്ങളിൽ അദ്ദേഹം ധീര നേതൃത്വമായി. ജയിൽവാസം അനുഭവിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 1934 കോൺഗ്രസിൽ രൂപം കൊണ്ട കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി. വർഗസമരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ അദ്ദേഹം ആലപ്പുഴയിലെ കയർ തൊഴിലാളികളെയും കോഴിക്കോട്ടെ കോട്ടൺ മിൽ തൊഴിലാളികളെയും ഓട്ടുതൊഴിലാളികളെയും കണ്ണൂരിലെ ബീഡി നെയ്ത്ത് തൊഴിലാളികളെയും ആറോൺ മിൽ തൊഴിലാളികളെയും മലബാറിലെ കൃഷിക്കാരെയും സംഘടിപ്പിക്കുന്നതിന് ധീരോദാത്തമായ നേതൃത്വമായി മാറി. പിണറായി പാറപ്രം രഹസ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം സെക്രട്ടറി ആവുകയും ചെയ്തു. കേരളീയ നവോത്ഥാന ചരിത്രത്തിലെ ഐത്താചാരങ്ങൾക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരായ സുപ്രധാനമായ ഏടുകളിൽ ഒന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം. 1931 നവംബർ 1 ആരംഭിച്ച ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ സഖാവ് പി കൃഷ്ണപിള്ള സജീവമായി പങ്കെടുത്തു. ബ്രാഹ്മണർക്ക് മാത്രം മുഴക്കാൻ അവകാശമുണ്ടായിരുന്ന ഗുരുവായൂർ ക്ഷേത്ര സോപാനത്തിലെ അമ്പലമണി അടിച്ചു തൊഴുതതിൻ്റെ ഭാഗമായി സാമൂതിരിയുടെ കൂലിപ്പടയിൽ നിന്നും അദ്ദേഹത്തിന് ഭീകരമായിട്ടുള്ള മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു. സത്യാഗ്രഹത്തിൽ സഖാവ് AKജി ആയിരുന്നു വളണ്ടിയർ ക്യാപ്റ്റൻ. ക്ഷേത്രങ്ങളിലും ക്ഷേത്രക്കുളങ്ങളിലും പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന പിന്നാക്ക ദളിത് വിഭാഗങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം സ്ഥാപിക്കുന്നതിനുള്ള സമരപരിപാടികൾക്കും പി കൃഷ്ണപിള്ള നേതൃത്വമായി. ജാതിയുടെ പേരിൽ ക്ഷേത്രങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് പ്രവേശന അവകാശം നൽകുന്ന 1947 ജൂൺ 12 മദിരാശി സർക്കാരിൻ്റെ ക്ഷേത്രപ്രവേശന ഉടമ്പടിക്ക് നിദാനമായത് AKജിയും പി കൃഷ്ണപിള്ളയും അടക്കം നേതൃത്വമായ സാംസ്കാരിക നവോത്ഥാന പോരാട്ടങ്ങൾ ആയിരുന്നു. ദിവാൻ ഭരണം, ജന്മിത്വം,
മുതലാളിത്ത ചൂഷണം എന്നിവകൾക്കെതിരായി നടന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഐതിഹാസികമായ അധ്യായം 1946 പുന്നപ്ര വയലാർ സമരത്തിന് അദ്ദേഹം ഐതിഹാസികമായ നേതൃത്വം നൽകി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ശക്തമായ സംഘടനാ സംവിധാനവും രാഷ്ട്രീയ ദിശാബോധവും രൂപപ്പെടുത്താൻ പി കൃഷ്ണപിള്ള നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. സഖാവ് എന്ന പദം അതിൻ്റെ എല്ലാ മഹത്വത്തോടെയും മനുഷ്യരൂപമാർജിച്ച വ്യക്തിത്വമായിരുന്നു സഖാവ് കൃഷ്ണപിള്ളയുടേത്. സഖാക്കളുടെ സഖാവെന്ന് നാമകരണം ചെയ്ത് ബഹുജനങ്ങൾ അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്തു. പുന്നപ്ര വയലാർ സമരശേഷം സർ CP-യുടെ പട്ടാളം ബഹുജന നേതാക്കളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ചു. സമാനതകളില്ലാത്ത ഭേദ്യങ്ങൾക്ക് വിധേയമാക്കി. പാർട്ടിയെ നിരോധിച്ചു. പ്രസ്തുത ഘട്ടത്തിലാണ് സഖാവ് ആലപ്പുഴയിലെത്തി ഒളിവിലിരുന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമായത്. 1948 ഓഗസ്റ്റ് 19 ഒളിവ് ജീവിതത്തിനിടെ പാമ്പുകടിയേറ്റ് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 42 വയസ്സ് മാത്രമായിരുന്നു. സഖാവിൻ്റെ അവസാന നിർദ്ദേശം സഖാക്കളെ മുന്നോട്ട് എന്ന ആവേശകരമായിട്ടുള്ള ആഹ്വാനം പതിറ്റാണ്ടുകൾക്കപ്പുറവും ഏറ്റെടുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. സഖാക്കളെ മുന്നോട്ട്. ഇൻകുലാബ് സിന്ദാബാദ്.